വാഗമൺ തൊടുപുഴ റോഡിന്റെ വശങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. റോഡിനോട് ചേർന്ന് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ പ്ലാന്റിനോട് ചേർന്നാണ് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്. നിരവധി വിനോദസഞ്ചാരികളടക്കം എത്തുന്ന പാതയോരത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയതോടെ പ്രതിഷേധവും ശക്തമാണ്. വാഗമൺ തൊടുപുഴ പാതയോട് ചേർന്നാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ മാലിന്യ തരംതിരിക്കൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നാളുകളായി ഇവിടെയാണ് മാലിന്യങ്ങൾ തരംതിരിക്കുന്നത്. എന്നാൽ കൃത്യമായ സമയത്ത് ക്ലീൻ കേരള അധികൃതർ മാലിന്യം നീക്കം ചെയ്യാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ടൺ കണക്കിന് മാലിന്യമാണ് ഇപ്പോൾ ഈ മേഖലയിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. ഇതുമൂലം സാംക്രമിക രോഗങ്ങളടക്കം പകരാൻ കാരണമാകുമോ എന്ന ഭീതിയിലാണ് ജനങ്ങളെന്ന് പ്രദേശവാസികൾ പറയുന്നു. നമ്മുടെ ഏലപ്പാറ പഞ്ചായത്തിൻ്റെ കീഴിൽ ഹരിതകർമ്മസേന വേസ്റ്റ് വാതിൽപ്പടി മാലിന്യം എന്നുള്ളത് ശേഖരിച്ചുകൊണ്ട് വാഗമണിലാണ് ചെയ്യുന്നത്, MCFലാണ് ചെയ്യുന്നത്. അവിടെ കിടക്കുന്ന മാലിന്യം എന്ന് പറഞ്ഞാൽ നാട്ടിലെ മുഴുവനും ആൾക്കാർക്ക് രോഗം പരത്തുന്ന രീതിയിലാണ്. ഇത് ക്ലീൻ കേരളയ്ക്ക് കയറ്റുമതി ചെയ്യേണ്ടതാണ്. കാര്യം വെച്ചാൽ അവർ വേസ്റ്റ് കൊണ്ടുപോകേണ്ടതാണ്. ഏലപ്പാറ പഞ്ചായത്ത് ഇതിനൊരു തുടർ നടപടികൾ ഒന്നും ചെയ്യുന്നില്ല. അതിനല്ല, അതിന് വേണ്ട നാട്ടിൽ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന വേസ്റ്റ് ഓരോ ദിവസം കൂടിക്കൊണ്ടുവരികയാണ്. ക്ലീൻ കേരളയായിട്ട് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ അവർ വേസ്റ്റുകൾ കൊണ്ടുപോയി കൊടുത്തു വിട്ടാൽ മാത്രമേ ഈ നാട് ക്ലീൻ ആവുള്ളൂ. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് മൂലം വെള്ളം കെട്ടിക്കിടക്കുന്നതിനും ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. കൂടാതെ തെരുവു നായ്ക്കൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചുകൊണ്ടുപോകുന്നതും നിത്യസംഭവമാണ്. പാതയോരത്ത് തന്നെ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് വാഗമൺ വിനോദസഞ്ചാര മേഖലയ്ക്കും തിരിച്ചടി സൃഷ്ടിക്കും. നിരവധി പരാതികൾ ഉയർന്നിട്ടും ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. അടിയന്തരമായി അധികൃതർ ശ്രദ്ധ ചെലുത്തി മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്.